ഇവർ തമ്മിൽ വലിയ പോരുകളും നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആ, രസകരമായൊരു സംഭവം നടന്നത്, ഒരു സ്റ്റുഡിയോ ഒരു ഏതെങ്കിലും ഒരു ചിത്രം നിർമ്മിക്കുന്ന പറയുമ്പോൾ അതേ സ്വഭാവത്തിൽ മറ്റൊരു ചിത്രം നിർമ്മിക്കുക. ഇപ്പം സീത ഉദയ സ്റ്റുഡിയോ നിർമ്മിക്കുമ്പോൾ ശ്രീരാമ പട്ടാഭിഷേകം മെരിലാൻഡിൽ ചിത്രീകരിക്കുന്നു. അതുപോലെ അതുപോലെയാണ് ഒരിക്കൽ കൃഷ്ണകുചേല എന്ന് പറഞ്ഞ് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടൊരു സിനിമ ഈ ഉദയ അനൗൺസ് ചെയ്തു. അതിൽ മലയാളത്തിലെ മിക്കവാറും എല്ലാ താരങ്ങളും ഉണ്ട്. സത്യനുണ്ട്, പ്രേം നസീറുണ്ട്, ബാക്കി എല്ലാവരുമുണ്ട്. പി ഭാസ്കരൻ്റെ ഗാനങ്ങൾ, കെ രാഘവൻ്റെ സംഗീതം. അതുപോലെ പിന്നെ ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് കുഞ്ചാക്കോ വിചാരിച്ചത്, ഉദയയുടെ കുഞ്ചാക്കോ. പക്ഷേ മെരിലാൻഡിൽ ഉടൻ തന്നെ ഭക്തകുചേല തുടങ്ങി. ഭക്തകുചേല തുടങ്ങിയപ്പോൾ ഈ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലല്ലോ. കൃഷ്ണനായിട്ട് അവിടെ പ്രേം നസീറാണ്. ഇവിടെ ആരെ കൃഷ്ണനാക്കും? അപ്പോൾ ഇവിടെ ബുദ്ധിപരമായിട്ട് ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണനും രാമനുമായിട്ടൊന്നും നമ്മളെ മലയാളികൾ തന്നെ വേണമെന്നില്ല, അവർ കണ്ടിട്ടില്ലാത്തവരായാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് അദ്ദേഹം കാന്തറാവു എന്ന ഒരു തെലുങ്കിലെ നടനെയാണ് കൃഷ്ണനാക്കിയത്.